सबको मेरा नमस्कार। आज हम देखेंगे सुधीश पचौरी द्वारा लिखित व्यंग्य സ്ത്രീ ജോ ഏക് തുജാ ഹേ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സുധീഷ് പച്ചൗരി എഴുതിയിട്ടുള്ള സ്ത്രീ ജോ ഏക് തുജാ ഹേ എന്നുള്ള വ്യംഗ്യമാണ്. അപ്പോൾ നമ്മളതിൻ്റെ ആദ്യത്തെ പാർട്ട് നോക്കി. മാർക്കറ്റൈസേഷൻ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നത് എന്നെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. हम माने या न माने, प्रसाधन सामग्री और विज्ञापनों ने मिलकर हमारे समाज में स्त्री सौंदर्य का एक नया मानक स्थापित कर दिया है. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു പലതരത്തിലുള്ള പ്രസാധന സാമഗ്രി, അലങ്കാര വസ്തുക്കൾ ഒക്കെ നമ്മുടെ സൗന്ദര്യത്തെ കൂട്ടാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നമുക്കുള്ള കുറവുകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കുള്ളൊരു സൗന്ദര്യ സങ്കല്പത്തെ വലിയൊരു കുറവായിട്ട്, ഇല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഈ പ്രസാധന സാമഗ്രിയും വിജ്ഞാപനവും കൂടെ ചേർന്നിട്ട് സ്ത്രീ സൗന്ദര്യത്തിനൊരു പുതിയ രൂപം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ എന്താണ്, ധീരെ ധീരെ ഹമാരെ ബീച്ച് ഏക് ഐസി സ്ത്രീ ഉഡ് ഗടി ഹുയി ഹേ ജോ ഭയാനക് ആകർഷക ഹേ. അപ്പോൾ ഇവർ പറയുന്ന പോലെ ഈ മാർക്കറ്റൈസേഷൻ്റെ കാരണം കൊണ്ടാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇത്രയും സൗന്ദര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഭയങ്കര വെളുപ്പ്, കുറേ മുടി, സ്ലിം എന്നൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അതൊന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ പ്രസാധന സാമഗ്രി വിൽക്കുന്ന ആൾക്കാരും, ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം ഇറക്കുന്ന ആൾക്കാരും. അപ്പോൾ പതുക്കെ പതുക്കെ ഇതേ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ ഒരു ഭയാനകമായിട്ടുള്ള സ്ത്രീ രൂപത്തെ നമുക്ക് കാണേണ്ടി വരും. ഉസ്കി തുജാ ചമക്ദാർ ഹേ ഔർ താരോ താജാ ഹേ. അവളുടെ നമ്മുടെ ഇടയിൽ ഇനി കുറച്ച് കാലം കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് വരുന്ന സ്ത്രീക്ക് എങ്ങനെയാണ്, ഭയങ്കര തിളങ്ങുന്ന മുഖം ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്രഷ്നെസ് ഉണ്ടാവും. മുസ്കാൻ ഉസ്കെ ചേരെ പർ ഹമേഷ രഹത്തി ഹെ. ഒരു പുഞ്ചിരി എന്നും അവളുടെ മുഖത്തുണ്ടാവും. ഫിലിമോ മേ, സീരിയലോ മേ, വിജ്ഞാപനോ മേ തമാം ജയ സ്ത്രീ കാ ചെഹറ യുവ ചമക്ദാർ താരോതാജ और ആക്രമക് ഹെ. അതുപോലെ തന്നെ ഈ ഫിലിമിൽ, സീരിയലിൽ, വിജ്ഞാപനിൽ, എല്ലാ സ്ഥലത്തും കാണുന്ന സ്ത്രീയുടെ മുഖം എപ്പോഴും യുവത്വം നിറഞ്ഞതായിരിക്കും, തിളക്കമുള്ളതായിരിക്കും, ഫ്രഷ്നെസ് ആയിരിക്കും. പക്ഷേ ആക്രമക് ഹേ, പേടിപ്പെടുത്തുന്നതും കൂടെ ആയിരിക്കും. കാരണം ഒരു സാധനം യൂസ് ചെയ്താൽ എല്ലാവരും വെളുക്കും, എല്ലാവരും ഭയങ്കര ഫ്രഷായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരെയും ഒരുപോലെ നമുക്ക് കാണേണ്ടി വരും. അവർക്കൊന്നും വയസ്സാവില്ല, അല്ലെങ്കിൽ വയസ്സായാലും എന്താണ് പറയുക, ചുളിവൊന്നും മുഖത്ത് വരാതെ സംരക്ഷിക്കാനുള്ള എല്ലാ പ്രസാധന സാമഗ്രിയും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള മാർക്കറ്റൈസേഷൻ്റെ ഒരു കടന്നുകയറ്റം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ഒരു ബേസിക് ഐഡിയാസ്, ഇല്ലെങ്കിൽ സൗന്ദര്യം എന്നൊരു ആശയത്തെ തന്നെ പൊളിച്ചെഴുതേണ്ടി വരും. ഈ സൗന്ദര്യശാസ്ത്ര ആധാർ ത്വചാ ഹേ. ഈ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്കിന്നാണ്. സ്കിന്നിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് ഇവർ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. समुचा भल ताजा चमकदार और घोरी त्वचा पर है, सारा ध्यान स्त्री के चेहरे पर है. അപ്പോൾ മുഴുവൻ സ്വാധീനവും ഫ്രഷ്നെസ്, തിളക്കം, വെളുത്ത സ്കിൻ, അതിലൊക്കെയാണ് കൊടുക്കുന്നത്. ഓരോ സാധനവും വിൽക്കുന്നത് നല്ല വെളുത്ത നിറം കിട്ടാൻ, ഇല്ലെങ്കിൽ കാർക്കൂന്തൽ, മുടി, അതുപോലെ എന്താ പറയുക, മുഖം തിളങ്ങാൻ, സോഫ്റ്റ് ആവാൻ, എപ്പോഴും ഫ്രഷ് ആവാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാം എപ്പോഴും ഒരു സ്കിന്നിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. സാരാ ധ്യാൻ സ്ത്രീ കെ ചേരെ പർ ഹേ. മുഴുവൻ ശ്രദ്ധയും കൊടുക്കുന്നത് സ്ത്രീകളുടെ മുഖത്തിന് വേണ്ടി മാത്രമാണ്. तारोत्तोचा बनाए रखने का दर्शन कहता है कि मनुष्य का सौंदर्य उसकी खाल में रहता है.
इस तरह समस्या प्रसाधन तंत्र मूलतः एक घाल तंत्र में तब्दील हो गया है. താരോതാജ ഫ്രഷ്നെസ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനാണ്? दर्शक कहता है कि मनुष्य का सौंदर्य बनाए रखने का दर्शन कहता है कि मनुष्य का सौंदर्य उसकी गाल में रहता है. അതായത് എപ്പോഴും ഫ്രഷായിരിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ സൗന്ദര്യം എപ്പോഴും അവരുടെ സ്കിന്നിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ സൊസൈറ്റിയിൽ മുഴുവൻ പ്രസാധൻ തന്ത്രം ഉണ്ടല്ലോ, ആ ഒരു മാർക്കറ്റൈസേഷൻ്റെ ഒരു ഫോർമുല അല്ലെങ്കിൽ അത് കേവലം ഗാൽ തന്ത്ര മീ തബ്ദീൽ ഹോ ഗയാ ഹെ. തൊലീനെ സംബന്ധിക്കുന്ന ഒരു തന്ത്രമായിട്ട് മാത്രം അതിൽ ഉൾപ്പെട്ടു, അല്ലെങ്കിൽ അത് അങ്ങനെ ആയിട്ട് മാറിക്കഴിഞ്ഞു. ആഖിർ ഇത്നി താരോതജ ഘാൽ ക്യോം ചാഹിയെ, ദിസ് പർ സ്ത്രീയം കി ഘാൽ കി ക്യോം ചാഹിയെ. പക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്കിന്നിന് ഇത്രയും ഫ്രഷ്നെസ്സിൻ്റെ ആവശ്യം എന്താണ്? എന്തിനാണ് നമ്മൾ മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്? ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഹാർഡാവാതെ ഇന്ന് സോഫ്റ്റായിട്ട് കൊണ്ട് നടക്കണം, ഫ്രഷായിട്ട് കൊണ്ട് നടക്കണം എന്നൊക്കെ എന്തിനാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതുമാത്രമല്ല, എല്ലാം സ്ത്രീയും കി ഘാൽ കി ക്യോം ചാഹിയെ. എല്ലാവർക്കും എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ തൊലി മാത്രം ആവശ്യം, പുരുഷന്മാർക്ക് എന്താ ഫ്രഷ്നെസ് വേണ്ടേ? മർദ്ദം കി ഘാൽ ക്യോം നഹി, എന്താ പുരുഷന്മാർക്കും ഇതേ തൊലി ഇല്ലേ? ഇസ്ലിയെ കി മർദ്ദം കെ ലിയെ താക്കത്ത് കാ സന്ദേശ് തൈ പായാ ഗയാ ഹൈ. അതുകൊണ്ടാണ് അവർക്ക് എന്താണ് ഫ്രഷായിട്ടുള്ള ഇല്ലെങ്കിൽ സോഫ്റ്റായിട്ടുള്ള തൊലീനെക്കാട്ടിലും സ്കിന്നിനെക്കാട്ടിലും അവർക്ക് സ്ട്രോങ്ങിനെ കുറിച്ചാണ് സ്ട്രോങ് ആണ് അവരുടെ സിമ്പൽ. അപ്പം താക്കത്ത്, ശക്തി, താക്കത്തിൻ്റെ സന്ദേശമാണ് അവർ പലപ്പോഴും പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്നത്. മർദ് താക്കത്ത് കാ പ്രതീക് മാനേ ജാതാ ഹൈ. പുരുഷന്മാരാണ് ശക്തിയുടെ പ്രതീകമെന്ന് അംഗീകരിക്കുന്നത്, ഇല്ലെങ്കിൽ അങ്ങനെയാണ് കണ്ടുവരുന്നത് നമ്മുടെ സൊസൈറ്റി. ഉन्हें लक्षित विज्ञापन उनकी कोमलता का बखान नहीं करते. അവരുടെ സ്ട്രോങ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിജ്ഞാപനത്തിൽ അവരുടെ കോമളതയെ കുറിച്ച് വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. ബഖാൻ നഹി കർത്തെ, വിവരിക്കില്ല. കോമളത സ്ത്രീ കാ വിശേഷൻ ടഹറ. കോമളത, സോഫ്റ്റ്നെസ്, അതൊക്കെ എന്താണ്? സ്ത്രീകളുടെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. കോമളത ഹോ തോ മുർച്ചായി നഹി ഹെ. കോമളത ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് മുർച്ചായി എന്ന് വെച്ചാൽ ഇങ്ങനെ വാടി തൂങ്ങിയിരിക്കുക, അത് ഉണ്ടാവില്ല. കോമൾ ഹോ കോയി ചീസ് ഓർ താജ നാ ഹോ തോ കോമളത ദിക്കേങ്കി കേസേ. നമ്മൾ ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റാണ്, പക്ഷെ നമുക്ക് ഒരു ഫ്രഷ്നെസ്സും ഇല്ല, നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ആ ഒരു സോഫ്റ്റ്നെസ്സിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അറ്റ് എ ടൈം നമ്മൾ സോഫ്റ്റും ആയിരിക്കണം, ഫ്രഷ്നെസ്സും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. താജ ഹോ തോ ആകർഷക് ദിക്കാന അനിവാര്യ ഹേ. ഇപ്പോൾ ഫ്രഷ്നെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ളവരായിട്ട് മാറും. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്നത് കോമളത, താരോതാശ, ആകർഷക്, ഇത് മൂന്നും കൂടിയ ആളായിരിക്കണം എന്നാണ് മാർക്കറ്റൈസേഷൻ വന്നതിന് ശേഷം ഈ പരസ്യങ്ങളിലൂടെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ആകർഷൺ സൗന്ദര്യക്ക് ജഹർ ലേ ചുക്കാ ഹേ. ആകർഷൺ എന്ന് പറയുന്ന ഒന്നും സൗന്ദര്യശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു. അതായത് തൊലീൻ്റെ നിറവും സോഫ്റ്റ്നെസ്സും കോമളതയും മാത്രമല്ല, അട്രാക്ഷനും കൂടി വേണം എന്നുള്ള കാര്യത്തിലേക്കും കൂടെ നമ്മുടെ സൊസൈറ്റി എത്തിക്കഴിഞ്ഞു, ഇല്ലെങ്കിൽ സൊസൈറ്റീനെ കൊണ്ടെത്തിച്ചു. प्रसाधन शास्त्र ने ये सिद्ध कर दिया है कि वह असुंदर हो आकर्षक बनाते हुए अनिवार्य बना सकता है. अंग्रेजी के रूमानी कवियों ने सौंदर्य को शाश्वत आनंद का कारण कहा. वह सौंदर्य वायवीता, अमूर्तता, भावना खाता, हृदय खाता. सौंदर्य प्रायः दृष्टा की दृष्टि या भावना में रहता था. अതായത് ഈ ആകർഷണം കൂടെ നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. പ്രസാധൻ ശാസ്ത്രത്തിൽ ഇതും കൂടെ അംഗീകരിച്ചു. അസുന്ദരമായിട്ടുള്ളൊരു വ്യക്തി
ആകർഷണമുള്ള ആളാണെങ്കിൽ അതും സൗന്ദര്യത്തിൻ്റെ ഒരു മറുവശമാണ്, ഇല്ലെങ്കിൽ അതൊരു അനിവാര്യതയാണ്. സൗന്ദര്യത്തിൽ ആകർഷണം മാത്രമല്ല, തൊലിയുടെ നിറം മാത്രമല്ല, ആകർഷണവും അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കി. ആ സമയത്തുള്ള നമ്മുടെ ഇംഗ്ലീഷ് റൊമാൻറ്റിക് കവികളുണ്ടല്ലോ, അവരൊക്കെ സൗന്ദര്യത്തെ വർണ്ണിച്ചിരിക്കുന്നത് സൗന്ദര്യം അമൂർത്താണ്, ഭാവനയാണ്, ഹൃദയത്തിൻ്റെ ഒരു വർണ്ണനയാണ്, അതിന് ഇന്ന രൂപം വേണം, ഇതാണ് സൗന്ദര്യത്തിൻ്റെ മൂർത്തി എന്നൊന്നും അവർ വർണ്ണിച്ചിട്ടില്ല. അവരെന്താ പറഞ്ഞത്? സൗന്ദര്യ പ്രായഃ ദ്രഷ്ടാക്കി ദൃഷ്ടിയ ഭാവനാമേ രതാഹേ. സൗന്ദര്യം എന്ന് പറയുന്നത് ദ്രഷ്ടാവിൻ്റെ, കാണുന്നവരുടെ ദൃഷ്ടിയാണ്, ഇല്ലെങ്കിൽ കാണുന്നവരുടെ ഭാവനയിൽ ഉള്ള ഒന്നാണ്. ഒരാൾ ഭംഗിയുണ്ട് എന്ന് പറയുന്നത് വേറൊരാളുടെ കണ്ണിൽ ചിലപ്പോൾ അത് ഭംഗി ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിനനുസരിച്ച് അത് ഭംഗിയുള്ളതാണ്. അപ്പോൾ ആരാണോ കാണുന്നത്, ദ്രഷ്ടാവ് ആരാണോ, അവർക്കനുസരിച്ചിട്ടാണ് തൻ്റെ മുന്നിലുള്ള സാധനം ഭംഗി ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നത്, അവരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ടാണ്. अमर शाश्वत और नित्य नवीनता से युक्त होता था, रमणीय नहीं होता था जो नित्य नया होता रहे. परंपरागत सौंदर्य शास्त्र में रूप सौंदर्य से अधिक भाव सौंदर्य पर जोर रहता था. അതായത് ഓരോ ദിവസവും നശിക്കാത്ത സ്റ്റേബിളായിട്ടുള്ള ഒരു പുതിയതായിട്ട് ഉണ്ടാവുന്ന സൗന്ദര്യം, രമണീയം ഹോത്താ ജോ നിത്യ നയാ ഹോത്താ ഹെ, ഓരോ ദിവസവും പുതിയതായിട്ട് വന്നുകൊണ്ടേയിരിക്കും അല്ലേ. സൗന്ദര്യത്തിൻ്റെ സങ്കല്പങ്ങൾക്കും പുതുമ വന്നുകൊണ്ടിരിക്കും. പരമ്പരാഗത സൗന്ദര്യ ശാസ്ത്രമേ രൂപ സൗന്ദര്യത്തെ അധിക ഭാവ സൗന്ദര്യ പർ ജോർ താ. നമ്മൾ പറയും മുഖത്തിൻ്റെ ഭംഗിക്കല്ല കാര്യം, മനസ്സിൻ്റെ സൗന്ദര്യത്തിനാണ് എന്ന് അല്ലേ. അപ്പോൾ പരമ്പരാഗത സൗന്ദര്യ ശാസ്ത്രത്തിൽ പറയുന്നത് രൂപസൗന്ദര്യത്തെക്കാളും വലുത് ഭാവസൗന്ദര്യം തന്നെയാണ് എന്നാണ്. മനസ്സിൻ്റെ ഉള്ളിലെ സ്നേഹത്തിന് തന്നെയാണ്, സ്നേഹത്തെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത് എന്ന് നമ്മുടെ പരമ്പരാഗത സൗന്ദര്യശാസ്ത്രം പറയുന്നുണ്ട്. നയി സൗന്ദര്യശാസ്ത്ര കാ സാരാ ധാരോമദാർ രൂപ് പർ ഹേ. പുതിയ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ മുഴുവൻ ബേസ് ആധാർ, ധാർ എന്ന് വെച്ചാൽ ആധാർ രൂപ് പർ ഹേ, രൂപത്തിലാണ്. इसलिए नक्शिक रूप वर्णन का नया रीतिकाल एक उद्योग की शक्ल में पैदा हो गया है. इस नए रीतिकाल ने पुराने रीतिकालीन दरबारी ग्राहक को हर जगह पैदा कर लिया है. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഉള്ള നഖശിഖ വർണ്ണൻ, അടിതൊട്ട് മുടി വരെ വർണ്ണിക്കുന്ന ഒരു ജോലിയും കൂടെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. അത് എന്തിന് ജോലി ബേസ് ചെയ്തിട്ടാണ്? ഒരാളെ വർണ്ണിക്കുക എന്നുള്ളതൊരു വലിയ ജോലിയാണ്. ആ ജോലി പണ്ട് നമ്മുടെ രീതികാലിലുണ്ടായിരുന്ന, ശൃംഖാരകാലിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗം പോലെ തന്നെയാണ്, അതേ ബേസിലാണ്. അത് പണ്ട് ദർബാരി കവികൾ എങ്ങനെയാണോ രാജനർത്തകിമാരെ നഖശിഖ വർണ്ണനം ചെയ്തുകൊണ്ടിരുന്നത്, അതുപോലെ ഇന്ന് സൗന്ദര്യമുള്ള വ്യക്തികളെ നഖശിഖ വർണ്ണനം ചെയ്യുന്ന ഒരു ഉദ്യോഗം ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. विशाल मध्यवर्ग उन तमाम सुखों की लूट में व्यस्त है जो एक ज़माने में सिर्फ सामंतों राजाओं को उपलब्ध थे और जिनका एकाधिकार था. അപ്പോൾ വിശാല മധ്യവർഗം, മിഡിൽ ക്ലാസ്സിലെ ആൾക്കാർ മുഴുവനും അവരവരുടെ സുഖത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് രീതികാലിൽ കേട്ടോ, മധ്യവർഗിലുള്ള ആൾക്കാർ മുഴുവൻ അവരുടെ മുഴുവൻ സന്തോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, സുഖലോലുപലായിട്ട് രാജാക്കന്മാർ കഴിയുക, സാമന്തം രാജാക്കന്മാരൊക്കെ കഴിയുക. അവരുടെയൊക്കെ എന്താണ്, ഏകാധികാരമായിരുന്നു സൊസൈറ്റിയിൽ നിലനിന്നിരുന്നത്. ഉപഭോക്തവാദി യുഗനെ ഉസ് സാമന്തി അഹങ്കാർ കി മൂഞ്ചെ മറോട്ട് ഖർ ധർ ദി ഹെ. ഉപഭോക്തവാദി യുഗം വന്നപ്പോൾ ഈ സാമന്തി രാജാക്കന്മാർ ഇല്ലെങ്കിൽ സാമന്തവും അവരുടെയൊക്കെ അഹങ്കാരം ഇല്ലാതായി, അവരുടെയൊക്കെ നാശം സംഭവിച്ചു. സാമാന്യ പരിവാർ की लड़कियों के चेहरे रूपसज्जा में नूरजहां के चेहरे का मुकाबला करते हैं. പിന്നെ സൊസൈറ്റിയിലുള്ള സാമാന്യ പരിവാർ, സാധാരണ കുടുംബത്തിലെ ഓരോ പെൺകുട്ടികളുടെയും മുഖം രൂപസജ്ജ
എന്താണ് രൂപത്തിൽ മാറ്റമൊക്കെ വെച്ച് രൂപത്തെ അലങ്കരിച്ചുകൊണ്ട് നൂർജഹാൻ്റെ മുഖത്തിനോട് കമ്പയർ ചെയ്യാൻ തുടങ്ങി, ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കബി കബി തോ സ്വയം നൂർജഹാൻ പ്രസാദൻ ഭേജനെ നിക്കലി ഹോത്തെ ഹേ. ചിലപ്പോൾ എന്താണ് ഈ നൂർജഹാൻ തന്നെ ഓരോ സാധനങ്ങളും വിൽക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു. विज्ञापन जगत के विशेषज्ञों ने कड़ी मेहनत से कुछ नुस्खे तैयार किए हैं. उसमें स्त्री के सामान्य भावों, गुणों और नक्शा का मानकीकरण किया जाता है. അതായത് വിജ്ഞാപന ജഗത്തിലുള്ള ഓരോ സ്പെഷ്യലിസ്റ്റുകളും കൂടെ ചേർന്ന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഓരോ പൊടിക്കൈകളും തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ സ്ത്രീകളുടെ സാമാന്യ ഭാവവും ഗുണങ്ങളും എല്ലാം സ്റ്റാൻഡേർഡായിട്ട് ഒത്തുചേർന്ന് വരാൻ വേണ്ടിയിട്ട് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രൂപവൈവിധ്യ जो प्रकृति का धर्म है में ऐसे सामान्य सूत्र ढूंढ लिए गए हैं जो हर स्त्री के लिए प्रीतिकर हो सकता है. അത് എങ്ങനെയാണ് രൂപവൈവിധ്യത്തിലും പ്രകൃതിൻ്റെ ധർമ്മമൊക്കെ അനുസരിച്ചിട്ട് ഉള്ളൊരു പ്രത്യേക ഫോർമുലയാണ്. അത് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നും കൂടെയാണ്. सुंदर एवं आकर्षक दिखने की इच्छा एक उम्र में नैसर्गिक होती है. നമ്മൾ ഭയങ്കര ഭംഗിയുള്ളവരായിരിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ, ആഗ്രഹം ഒരു പ്രായത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നതാണ് അല്ലേ. ഒരു ടീനേജിൻ്റെ ആ ഒരു തുടക്കത്തിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു മധ്യത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഭയങ്കര ആകർഷകമുള്ളവരായിരിക്കണം, സൗന്ദര്യമുള്ളവരായിരിക്കണം, ഇല്ലെങ്കിൽ കോംപ്ലക്സ്, പല രീതിയിലുള്ള കോംപ്ലക്സ് ഒക്കെ വരുന്നത് ടീനേജിൻ്റെ ആ ഒരു സമയത്താണ്. അത് സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ സൗന്ദര്യത്തെ നമ്മൾ പുറത്ത് കാട്ടാൻ മാക്സിമം ശ്രമിക്കുന്നതൊക്കെ ടീനേജിൻ്റെ കാലത്താണ്. പക്ഷേ किंतु बाल रंगाने, झुर्रियाँ मिटाने और युवा दिखाने की गारंटी करने वाले विज्ञापन सबसे ज़्यादा उन्हें फुसलाते हैं जो नैसर्गिक सौंदर्य से अधिक कुछ और चाहते हैं. പക്ഷേ മുടി കളർ ചെയ്യാനും അതുപോലെ തന്നെ ചുളിവുകൾ ഇല്ലാതാക്കാനും എപ്പോഴും യുവാക്കളെ പോലെ കാണാൻ വേണ്ടിയിട്ടുള്ള യുവാക്കളായിരിക്കുമെന്ന് ഗ്യാരണ്ടി തരുന്ന വിജ്ഞാപൻ പരസ്യങ്ങളും സബ്സെ സ്യാദ ഉന്നെ ഫുസലാത്താ ഹേ. അത് എപ്പോഴും ഈ എന്താ പറയുക, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യത്തിന് ഒരു കോട്ടം തട്ടി എന്ന തോന്നൽ വരുന്നവർ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളിലൊക്കെ ഒന്ന് വീണു പോവും. അവരുടെ മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടാവും. മുടി കളർ ചെയ്യാൻ 5 മിനിറ്റ് മതി, ഇല്ലെങ്കിൽ 2 മിനിറ്റ് മതി, എപ്പോഴും യുവാക്കളായിട്ട് നിലനിൽക്കാൻ ഇത് വേണം അത് വേണം, യുവത്വം നിലനിർത്താൻ ഇത് മാത്രം മതി എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും. നൈസർഗിക സൗന്ദര്യത്തെ അധികം ഷോർ ചാത്തേ ഹേ. അവർ സ്വാഭാവിക സൗന്ദര്യത്തെക്കാളും കുറച്ച് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. स्त्री का मॉडल कोमल, युवा, आकर्षक, सुंदर और उत्तेजक ही हो सकता है. विज्ञापन चाहे स्त्री की इस छवि को एक ही साथ उत्तेजित और मजबूत बनाता हुआ चलता है. സ്ത്രീ ഉണ്ടല്ലോ, ഒരു മോഡലായിട്ടുള്ളൊരു സ്ത്രീ എങ്ങനെയായിരിക്കും? ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ആകർഷകമായിരിക്കും, അതുപോലെ തന്നെ ഭയങ്കര മനോഹരമായിരിക്കും, മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കുന്ന ഒന്നായിരിക്കും. ഈ വിജ്ഞാപൻ ജഗത്ത് സ്ത്രീക്ക് ഈ ചവിക്കോ, അങ്ങനെ സ്ത്രീൻ്റെ ആ ഒരു സൗന്ദര്യത്തെ ഏക് സാത്ത് ഹി ഉത്തേജിത് और मजबूत बनाता हुआ चलता है. ഒരേ സമയം നല്ലതായിട്ടും അതുപോലെ തന്നെ അതൊരു അവളുടെ ഒരു വീക്ക്നെസ് ആയിട്ടും ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. त्वचा और चेहरे की देखभाल, केश एवं नाखूनों की देखभाल आदि की बढ़ती हुई चिंता बताती है कि विज्ञापन शास्त्र ने मनुष्य की हमेशा जवान बने रहने की इच्छा को महाकाव्यात्मक विस्तार दे दिया है. നമ്മൾ ഇതിനെല്ലാം നോക്കിക്കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ त्वचा और चेहरे की देखभाल, സ്കിന്ന്, അതുപോലെ തന്നെ മുഖത്തിൻ്റെ സംരക്ഷണം, കേശ് और नाखूनों की देखभाल, മുടിൻ്റെയും നഖത്തിൻ്റെയും देखभाल, आदि की बढ़ती हुई चिंता बताती है. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ ചിന്തകൾ विज्ञापन शास्त्र ने मनुष्य की हमेशा जवान बने रहने की इच्छा को महाकाव्यात्मक विस्तार दे दिया है. മനുഷ്യന് എപ്പോഴും എന്താണ്, എപ്പോഴും യൂത്തായിട്ട് ഇരിക്കാനുള്ള ഇഷ്ടം കൂടുതലാണ് അല്ലേ. വയസ്സാവുക എന്ന് പറയുന്നത് കുറച്ച് പേരെയെങ്കിലും സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ വയസ്സാവുക
വയസ്സാകുക എന്നുള്ളൊരു പ്രോസസ്സിനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ പ്രസാധന സാമഗ്രീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിപ്പെൻഡൻസിനെ തന്നെയാണ് ഈ മാർക്കറ്റൈസേഷൻ യൂസ് ചെയ്യുന്നത്. അതിനപ്പോൾ ഒരു മഹാകാവ്യം പോലെയാണ് അവർ കാണുന്നത്. ഈ വയസ്സാകുന്നതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ സൗന്ദര്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യത്തെയും വിജ്ഞാപന ശാസ്ത്രം മഹാകാവ്യത്തെ പോലെയാണ് നമുക്ക് വിസ്തരിച്ച് തരുന്നത്. ഹമേശ താരോതാച്ച ദിക്കേ, ഹമേശ ആകർഷക് ദിക്കേ, ഹമേശ പ്രഭാവശാലി ദിക്കേ. എന്നും ഫ്രഷായിട്ടിരിക്കുക, എന്നും അട്രാക്റ്റീവായിട്ടിരിക്കുക, എന്നും കഴിവുള്ള ആൾക്കാരായിട്ടിരിക്കുക. സന്ദേശവും में താരോതാച്ച रहने की जह दिखने पर अधिक जोर रहता है. അപ്പോൾ ഈ സന്ദേശങ്ങളിലൊക്കെ ഹമേശ താരോതാച്ച ദിക്കേ, ഹമേശ തരോതജ ദിക്കേ, ഹമേശ ആകർഷക് ദിക്കേ, ഹമേശ പ്രഭാവശാലി ദിക്കേ. ഇവിടെ എല്ലാം ദിക്കിനെ പർ അധിക സോർ രഖ്താ ഹേ, കാണിക്കുന്നതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നും ഫ്രഷായിട്ട് കാണിക്കൂ, എന്നും ആകർഷകമായിട്ട് കാണിക്കൂ, എന്നും കഴിവുള്ളവരായിട്ട് നമ്മളെന്താണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരായിട്ട് കാണിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയെല്ലാം അങ്ങനെ ഇരിക്കൂ എന്ന് പറയുന്നതിനേക്കാട്ടിലും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ കാണിക്കൂ എന്നാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഇരിക്കൂ എന്നാണ് വിജ്ഞാപൻ ജഗത്ത് പറയുന്നത്. ദിഖ്നാ ഹി ഹോത്താ ഹേ, കാണിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നതും. आप कैसे दिखते हैं वही आपको होना है. यदि आप दूसरे का ध्यान नहीं खींच सकते तो आपका होना कहाँ हुआ. നമ്മളെപ്പോഴും ഈ കാണിക്കുന്നതിൽ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ ഒരുങ്ങണം, എന്ത് ചെയ്യണം എന്നതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഒരുങ്ങുകയാണെങ്കിൽ, അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് എന്നുള്ളത്, ആപ്കാ ഹോനാ കഹാ ഹുവ, നമ്മൾ എന്താണ് എന്നുള്ളത് എവിടെ പോവും അല്ലേ? നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമ്മൾ ഇങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു ചിന്താഗതിക്ക് ഒരു ഇമ്പോർട്ടൻസും ഉണ്ടാവില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാണിക്കലിൽ മാത്രം ഒതുങ്ങിപ്പോവും. ആജ്കൽ തോ സമൂച്ചി ദേഹി ഹംലാവർ ബനാ ദി ഗയി ഹെ. ഇന്ന് ഈ ഇടയായിട്ടാണെങ്കിൽ മുഴുവൻ ദേഹത്തെയും നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ത്വചാ പർ അതിരിക്ത് ജോർ ഇസ് ദേഹവാദ് കാ നയാ പെഹ്ലു ഹെ. എന്താ പറയുക, സ്കിന്നിനെ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ഒരു സൗന്ദര്യശാസ്ത്ര അല്ലെങ്കിൽ വിജ്ഞാപൻ ജഗത്ത് ഇപ്പം മുഴുവൻ ദേഹവാദിൻ്റെ പുതിയൊരു സ്റ്റെപ്പായിട്ട് നമ്മുടെ സ്കിന്നിനെ മുഴുവൻ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ മാറിക്കഴിഞ്ഞു. इससे पहले नेत्रों गालों और बालों पर जोर था. പണ്ട് നമ്മുടെ കണ്ണ്, കവിള്, മുടി അതിനൊക്കെയായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. आज से 20-25 वर्ष पहले के विज्ञापन देखो तो पता चलता है कि प्रसाधन सामग्री त्वचा की चमक, ताजगी और कोमलता पर जोर न देकर आंगों की नसर, केशों की चमक और मजबूती और गालों की लाली पर जोर देती थी. ഒരു 10-25 കൊല്ലം മുന്നേ ഉള്ള അഡ്വർടൈസ്മെൻറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ അലങ്കാര വസ്തുക്കൾ സ്കിന്നിൻ്റെ തിളക്കം അല്ലെങ്കിൽ ഫ്രഷ്നെസ്, സോഫ്റ്റ്നെസ് അതിനൊന്നുമല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരെന്തിനാണ് കൊടുത്തിട്ടുണ്ടായേ? ആംഗോം കി നസർ, കണ്ണിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇല്ലെങ്കിൽ ദൃഷ്ടി, കണ്ണിൻ്റെ ഒരു ഭംഗി, ഇല്ലെങ്കിൽ കേശോം കി ചമക്, മുടിൻ്റെ ആ ഒരു തിളക്കം, മസ്ബൂത്തി और घालों की लाली, സ്ട്രോങ്നെസ്, മുടിൻ്റെ തിളക്കവും സ്ട്രോങ്നെസ്സും അതുപോലെ തന്നെ കവിളിൻ്റെ ചുവന്ന നിറം അതിനൊക്കെയായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ത്വച ബുനിയാദി ക്യാൻവാസ് നഹീ തി. അന്നൊന്നും സ്കിന്ന് ബേസിക് ആയിട്ടുള്ള ക്യാൻവാസ് ആയിരുന്നില്ല. ആജ് ത്വച യാനി ദേഹ് ഏക് ജീത്ത ജാഗത ക്യാൻവാസ് ബനാ ദിയാ ഗയാ ഹേ. പക്ഷേ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാം തൊലീനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. എന്താ പറയുക, നിറം ഇങ്ങനെ ആയിരിക്കണം, ഫ്രഷ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, വെളുത്തിട്ടായിരിക്കണം അല്ലേ, കവിള് ചുവന്നതായിരിക്കണം, എന്തെങ്കിലും എന്താ പറയുക പാടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭയങ്കര സൗന്ദര്യക്കുറവാണ് എന്നുള്ള രീതിയിൽ സ്കിന്നിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിലെടുക്കാം.
താങ്ക് യു.